ഇന്നറിന്റെ മുകളിലായിട്ട് ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. ആ ഷർട്ട് ഊരി ഇന്നർ കാണിക്കുന്നു, ശരീരഭാഗങ്ങൾ കുലുക്കി കാണിക്കുന്നു, വയറ്റിലൊക്കെ തൊട്ടിട്ട് ഞാൻ വിയർത്തിരിക്കുകയാണ് ഗേസ് എന്ന് പറയുന്നു. ഇത് ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവിന്റെ ഭാഗമാണ്. അത് ലീക്കായതാണ്. ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ പെൺമക്കളിൽ ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ആണ്. പക്ഷെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം 1000 സബ്സ്ക്രൈബേഴ്സും കൂടി ആ കുട്ടിക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ച് വീഡിയോ ഇട്ടവർക്കെല്ലാം യൂട്യൂബിലൊക്കെ സ്ട്രൈക്കും വന്നിട്ടുണ്ട്. അപ്പൊ അവര് വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അവര് വിമർശിക്കുന്നവർക്ക് സ്ട്രൈക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ ഭാഗങ്ങളൊന്നും ഇതിൽ വയ്ക്കുന്നില്ല. പിന്നെ പലരും എന്നോട് ഇൻബോക്സിലൊക്കെ ചോദിച്ചു ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് എന്ത് എന്നുള്ളത്. ഞാൻ ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കാനാണ്? ഈ കുട്ടി മാത്രമാണോ ലോകത്ത് ആദ്യമായി സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ചെയ്യുന്നത്? ഒത്തിരി പെണ്ണുങ്ങൾ ഇതുപോലെ തുണി അഴിച്ച് കാണിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, 1000 സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന്. അപ്പൊ ആരെയെ കുറ്റം പറയേണ്ട? കയ്യിലിരിക്കുന്ന കാശ് എടുത്ത് പേ ചെയ്ത് ഇത് കാണാൻ പോകുന്നവരെയല്ലേ കുറ്റം പറയേണ്ടത്? ഈ പുരുഷന്മാരെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. നിങ്ങൾക്കൊക്കെ വീട്ടിലിറങ്ങണം ഇല്ലേ? വീട്ടിലിറങ്ങണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരാകണം. ഇത് എല്ലാ സ്ത്രീ ശരീരങ്ങളും ഏകദേശം ഒരുപോലെ തന്നെ, വലിപ്പത്തിലും ഒക്കെ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും വണ്ണമൊക്കെ അനുസരിച്ച്. അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതൊക്കെ ഒരുപോലെ തന്നെയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ലീവിങ് ടുഗദർ പോലെ എന്തെങ്കിലും റിലേഷനിൽ ഏർപ്പെടണം. അല്ലാതെ ഇങ്ങനെ തുണി അഴിച്ച് കാണിക്കുന്ന പെണ്ണുങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ലൈവ് കാണാൻ പോകരുത്. നിങ്ങൾ തന്നെയാണ് അവരെ വളർത്തുന്നത്. ഈ പുരുഷന്മാർ തന്നെയാണ് അവരെ വളർത്തുന്നത്. അല്ലാതെ അവർ താനേ വളർന്നു വരുന്നതല്ല. ആരും സബ്സ്ക്രിപ്ഷൻ എടുത്തില്ലെങ്കിൽ ഇവർ ഇതിന് തുനിയോ? ലക്ഷക്കണക്കിന് സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ജീവിതമാർഗമാക്കി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ തുണി അഴിച്ച് കാണിച്ച് ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഈ കുട്ടികളെല്ലാം നോർമലി ഇങ്ങനത്തെ ചെറിയ ഉടുപ്പ് അല്ലെങ്കിൽ ഇന്നർ പോലത്തെ ഉടുപ്പും കുട്ടിപ്പാവാടയൊക്കെ തന്നെ ഇതിടുന്നത്. ഇവർക്ക് പിന്നെ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ വരേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇവര് സ്വിമ്മിംഗ് സൂട്ടിലും നീന്തുന്നതും കുളിക്കുന്നതും ഒക്കെ അവർക്കുള്ള എല്ലാ വീഡിയോകളും കേരളത്തിൽ എല്ലാവരും കണ്ടതാണ്. പിന്നെ ഒരു റൂമിലാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും അറിഞ്ഞ് ചെയ്തതാണോന്ന് അറിയത്തില്ല. എനിക്ക് ആദ്യം ഇതിങ്ങനെ ലീക്കായപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയാഞ്ഞത് ഇത് AI ആണോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് AI ഒന്നും അല്ല, റിയൽ വീഡിയോ ആണ്. അങ്ങനെ കാശുണ്ടാക്കുന്നെങ്കിൽ അവരുടെ മിടുക്കെന്നല്ലാതെ ഒന്നും പറയാൻ പറ്റൂല. ഇതിൽ ചെന്ന് തലവെക്കുന്ന പുരുഷന്മാർ എന്ത് കണ്ടിട്ടാണെന്നുള്ളത് അറിഞ്ഞൂടെ. അവർക്ക് അത്രയും ലൈംഗിക അരാജകത്വമാണ് ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്കുള്ളത്. അവരെ വളർത്തുകയാണ്, അവര് വളരുകയാണ്. ഇപ്പം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷന്റെ ചാർജ് ആ കുട്ടിയുടെ. 1000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് 2000-ത്തിന് പുറത്തായി. അതായത് 1000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ ലീക്കായതിനു ശേഷം കിട്ടി. അപ്പൊ അവർക്ക് ബുദ്ധിയുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവർ തല അറിഞ്ഞ് കളിക്കുന്നു. ബാക്കിയുള്ളവർ അതിൽ ചെന്ന് തല വെച്ച് കൊടുക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് ഇതിന്റെ അപ്പുറം ഒന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കണം. ബൈ.